ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളിലായി 60 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതിൽ വെറും 9 പേരാണ് വനിതാ സ്ഥാനാർത്ഥികൾ. വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ പാസ്സായിട്ടും ഇതാണ് അവസ്ഥ. ഇവരിൽ എത്ര പേർ വിജയിച്ച് പാർലമെന്റിൽ എത്തുമെന്നത് ജൂൺ 4-ന് അറിയാം. അതിരിക്കട്ടെ, ഇതുവരെ എത്ര വനിതകളാണ് നമ്മൾ മലയാളികളെ റെപ്രസെന്റ് ചെയ്ത് ലോക്സഭയിൽ എത്തിയത് എന്നറിയാമോ? അവിടെയും വെറും 9 പേർ മാത്രം. ഇതിൽ 5 പേരെയും വിജയിപ്പിച്ച് ലോക്സഭയിലേക്ക് അയച്ചത് CPM ആണ്, ഒരാളെ CPIയും. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം കോൺഗ്രസിന് 2 വനിതകളെ മാത്രമാണ് ലോക്സഭയിൽ എത്തിക്കാൻ സാധിച്ചത്. കേരള രൂപീകരണത്തിന് 5 വർഷം മുമ്പ് 1951-ലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്നും ആനി മസ്ക്രീൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ലോക്സഭയിൽ എത്തുമ്പോൾ 5% സ്ത്രീ പ്രാതിനിധ്യം. എന്നാൽ ഇന്ന് 70 വർഷം പിന്നിടുമ്പോൾ അത് വെറും 15% മാത്രമാണ്. വനിതാ ശാക്തീകരണത്തെ കുറിച്ച് നമ്മുടെ നേതാക്കളെല്ലാം വാതോരാതെ സംസാരിക്കും. എന്നാൽ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ പടിക്ക് പുറത്താണ് സ്ത്രീകളുടെ സ്ഥാനം. കേരളത്തിൽ ഇതുവരെ നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലെയും വോട്ടർ പട്ടിക പരിശോധിച്ചാൽ വനിതകളാണ് കൂടുതൽ. എന്നാൽ ജനസംഖ്യാനുപാതമായ പ്രാതിനിധ്യം സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ ഷെമാ മുഹമ്മദിന്റെ സ്ത്രീ പ്രാതിനിധ്യത്തെ കുറിച്ചുള്ള പരാമർശം ഏറെ ചർച്ചയായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ത്രീകൾക്ക് പരിഗണന നൽകിയില്ലെന്നും 3 സീറ്റെങ്കിലും സ്ത്രീകൾക്ക് നൽകേണ്ടതായിരുന്നു എന്നുമായിരുന്നു ക്ഷമയുടെ പക്ഷം. അടുത്ത തവണ ശരിയാക്കാമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ മറുപടി. ഇക്കുറി കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രാതിനിധ്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് NDA ആണ്. 20 മണ്ഡലങ്ങളിലായി NDA മുന്നണി 5 വനിതകളെയാണ് ഇറക്കിയിരിക്കുന്നത്. ആലത്തൂർ, ആലപ്പുഴ, കാസർഗോഡ്, പൊന്നാനി, ഇടുക്കി എന്നീ മണ്ഡലങ്ങളിലായി NDAയുടെ 5 സ്ഥാനാർത്ഥികളും LDF 3-ഉം കോൺഗ്രസ് 1-ഉം എന്നിങ്ങനെയാണ് സ്ത്രീ പ്രാതിനിധ്യം. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ, ആലത്തൂരിൽ ഡോക്ടർ TN സരസു, പൊന്നാനിയിൽ നിവേദിത സുബ്രഹ്മണ്യൻ, കാസർഗോഡിൽ ML അശ്വനി എന്നിവരാണ് BJP സ്ഥാനാർത്ഥികൾ. ഇടുക്കിയിൽ BDJS സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥാണ് ജനവിധി തേടുന്നത്. ശോഭാ സുരേന്ദ്രൻ ഏറ്റുമുട്ടുന്നത് ശക്തരായ 2 പാർലമെന്റ് അംഗങ്ങളോടാണ്. സിറ്റിംഗ് MP ആരിഫിനോടും രാജ്യസഭാ MP KC വേണുഗോപാലിനോടും. പട്ടികജാതി സംവരണ മണ്ഡലം കൂടിയായ ആലത്തൂരിൽ കഴിഞ്ഞ തവണ പാട്ടും പാടി വിജയിച്ച നിലവിലെ ഏക വനിതാ MP രമ്യ ഹരിദാസ് ആണ് ഇക്കുറി UDFിലെ ഒരേയൊരു വനിതാ സ്ഥാനാർത്ഥി. മന്ത്രി രാധാകൃഷ്ണനെതിരെയാണ് പെങ്ങളൂട്ടി മത്സരിക്കുന്നത്. അതേസമയം LDF വടകര, എറണാകുളം, വയനാട് എന്നീ മണ്ഡലങ്ങളിലാണ് വനിതകളെ ഇറക്കിയിരിക്കുന്നത്. സംസ്ഥാന നിയമസഭയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനുടമയായ KK ശൈലജയെ വടകരയിലാണ് ഇറക്കിയിരിക്കുന്നത്. എറണാകുളത്ത് KSTA നേതാവും പറവൂർ നഗരസഭാ അംഗവുമായ KJ ഷൈനും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ജനവിധി തേടുന്നു. CPM പട്ടികയിലേക്ക് അപ്രതീക്ഷിതമായി വന്ന പേരാണ് ഷൈനിന്റേത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയോട് ഏറ്റുമുട്ടാൻ CPI കളത്തിലിറക്കിയിരിക്കുന്നത് ദേശീയ വനിതാ നേതാവിനെയാണ്. കണ്ണൂർക്കാരിയായ ആനി രാജയാണ് CPI സ്ഥാനാർത്ഥി. ആലത്തൂരിലെ സിറ്റിംഗ് MP രമ്യ ഹരിദാസും ആലപ്പുഴയിൽ BJP നേതാവ് ശോഭാ സുരേന്ദ്രനും ഒഴികെയുള്ളവർ ലോക്സഭാ മത്സരത്തിൽ കന്നി മത്സരക്കാർ കൂടിയാണ്. 2024-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ രാജ്യം ഭരിക്കുന്ന NDA ഉൾപ്പെടെയുള്ള മുൻ കക്ഷികൾ വനിതാ സ്ഥാനാർത്ഥികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ശുഭസൂചന തന്നെയാണ്.